നമസ്കാരം. ബി.ജെ.പി. മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് വിവാദമായിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും രാജേഷിന്റെ വീടിന് മുന്നിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി രാജേഷാണെന്നാണ് പോസ്റ്ററിലെ പ്രധാന ആരോപണം. വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജില്ലാ നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചു. ഇത്തരം പ്രവണത അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം ജില്ലാ നേതൃത്വത്തിന് താക്കീത് നൽകി. ഈ പോസ്റ്റർ ഉടൻ നീക്കം ചെയ്യണമെന്ന് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകി. ബി.ജെ.പി. പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെ പരിഗണിക്കാനിരിക്കെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. സംസ്ഥാനത്തെ ബി.ജെ.പി. ഭാരവാഹികളെ അടിമുടി മാറ്റാനൊരുങ്ങുകയാണ് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജേഷിന്റെ വഴി തടയുക എന്നതാണ് പോസ്റ്ററിലെ ഉദ്ദേശമെന്ന് വ്യക്തം. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും പണം പറ്റിയ വി രാജേഷ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയെന്നാണ് പോസ്റ്ററിലെ ആരോപണം. രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ രാജേഷിനെതിരെ പാർട്ടി നടപടിയെടുക്കുക, രാജേഷ് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടുക, 15 വർഷത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങളാണ് പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം പോസ്റ്ററുകളെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നാണ് വി രാജേഷ് പറഞ്ഞത്. സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പോസ്റ്ററുകളിലെ വാചകങ്ങളിൽ യാതൊരു കഴമ്പുമില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നിരിക്കുന്ന പോസ്റ്ററുകൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ടാക്കിയ തന്റെ പ്രതിച്ഛായയ്ക്കും പ്രശസ്തിക്കും കളങ്കമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും വി രാജേഷ് ആവശ്യപ്പെട്ടു.